നമ്മുടെ എക്സ് മേയർ ആര്യ രാജേന്ദ്രൻ കെട്ടിപ്പൊക്കിയ കോട്ടകൊത്തളങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് നമ്മുടെ വി രാജേഷിന്റെ VVRന്റെ ബുൾഡോസർ ഇറങ്ങിയിരിക്കുകയാണ് പാളയം മാർക്കറ്റിൽ. അവധി ദിവസമായ ഇന്ന് പോലും കൃത്യമായി അനധികൃതമായി കെട്ടിപ്പൊക്കിയ എല്ലാ ബിൽഡിങ്ങുകളും പൂർണ്ണമായും നശിപ്പിച്ചു കളയുകയാണ് കോർപ്പറേഷൻ അധികൃതർ. കഴിഞ്ഞ ദിവസം വി രാജേഷും സംഘവും നേരിട്ട് തന്നെ പാളയം മാർക്കറ്റിലെത്തി കൃത്യമായ കാര്യങ്ങൾ പഠിക്കുകയും ബുദ്ധിമുട്ടുള്ള അവിടെയുള്ള തൊഴിലാളികളുമായി നേരിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിലൊരു തൊഴിലാളി പറയുന്നുണ്ട്, ഈ കാണുന്ന എല്ലാം തന്നെ ഉപയോഗശൂന്യമാണ്, അത് യൂസ്ലെസ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായി വി രാജേഷ് അവരോട് പറയുന്നുണ്ട്, ഇത് യൂസ്ലെസ് ആണ് എന്ന് ഇവിടെ ഇപ്പോൾ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന നിങ്ങൾക്കാണ് ബോധ്യമുള്ളത്. അപ്പോൾ നിങ്ങളത് കൃത്യമായി തെളിവ് സഹിതം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് ഇത് മാധ്യമങ്ങൾ വളച്ചൊടിച്ച് മുന്നേ ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പുതിയ കോർപ്പറേഷൻ അധികാരത്തിൽ ഏറ്റപ്പോൾ അത് നശിപ്പിച്ചു കളയുകയാണ് എന്ന് പറയുകയുണ്ടാകും. അതുകൊണ്ട് ഇത് യൂസ്ലെസ് ആണ് എന്നതിന്റെ തെളിവ് നിങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന് പറയുകയാണ്. എന്തായാലും വളരെ മികച്ച ഒരു പ്രവർത്തനമായിട്ടാണ് തോന്നുന്നത്. ഏതായാലും പാളയം മാർക്കറ്റിലെ ഗുണ്ടാ പിരിവിനും അനധികൃത പണപ്പിരിവുകൾക്കുമെതിരെ ശക്തമായ നടപടികളുമായി തന്നെയാണ് തിരുവനന്തപുരം നഗരസഭ മുന്നോട്ട് പോകുന്നത്. മാർക്കറ്റിൽ കരാറുകാരും ചില തൽപര കക്ഷികളും ചേർന്ന് നടത്തുന്ന ചൂഷണങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ് അറിയിച്ചു. കോർപ്പറേഷന്റെ യാതൊരുവിധ അനുമതിയുമില്ലാതെ കരാറുകൾ സാധാരണക്കാരായ കച്ചവടക്കാരിൽ നിന്നും ഭീമമായ തുക പിരിച്ചെടുക്കുന്നു എന്ന ഗുരുതരമായ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭയുടെ അടിയന്തര ഇടപെടൽ. ഡെപ്യൂട്ടി മേയർ, നഗരസഭാ ചെയർമാൻ, സ്മാർട്ട് സിറ്റി ഉദ്യോഗസ്ഥർ, വാർഡ് കൗൺസിലർമാർ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘത്തോടൊപ്പമായിരുന്നു ഇന്നലെ മേയർ നേരിട്ട് മാർക്കറ്റിൽ എത്തിയത്. ഉദ്യോഗസ്ഥർ നൽകുന്ന ഫയലുകൾക്കപ്പുറം കച്ചവടക്കാരുടെയും സാധനങ്ങൾ വാങ്ങാൻ എത്തുന്ന പൊതുജനങ്ങളുടെയും യഥാർത്ഥ ദുരിതങ്ങളും മാർക്കറ്റിലെ ഗുരുതരമായ മാലിന്യ പ്രശ്നങ്ങളും അനധികൃത കെട്ടിടങ്ങളും അതിനെക്കുറിച്ച് ബോധ്യപ്പെടാൻ കൂടിയാണ് മേയർ നേരിട്ടെത്തിയത്. നഗരസഭയുടെ അനുമതിയില്ലാതെ പലരും സ്വാധീനം ഉപയോഗിച്ച് കടകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം പൊതുവഴികൾ പോലും ഇഷ്ടാനുസരണം കെട്ടിയടച്ച് പുതിയ അനധികൃത നിർമ്മാണങ്ങൾ നടത്തുന്നതായും നിരവധി പരാതികൾ കോർപ്പറേഷന് ലഭിച്ചിട്ടുണ്ട്. ഇത് നേരിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് പിന്നാലെ ഇന്നലെ കണ്ടു, ഇന്നലെ ബോധ്യപ്പെട്ടു, ഇന്ന് രാവിലെയോടുകൂടി ഇടിച്ചു നിരത്തൽ തുടങ്ങിയിരിക്കുകയാണ്. പോലീസ് അടക്കമുള്ളവർ ഉണ്ട്. കോർപ്പറേഷൻ ജീവനക്കാരാണ് ഇടിച്ചു നിരത്തൽ നടത്തുന്നത്. ഇതിന്റെ ആദ്യപടിയായി കഴിഞ്ഞ ദിവസം തന്നെ അനധികൃത പിരിവുകൾ നിരോധിച്ചുകൊണ്ട് നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു. സ്മാർട്ട് സിറ്റി ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് നിർമ്മിച്ച താൽക്കാലിക കടമുറികൾ ഇപ്പോൾ കച്ചവടക്കാർക്ക് വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ബേക്കർ ജംഗ്ഷന് സമീപം 18 കോടി രൂപ ചെലവഴിച്ച് 3 നിലകളിലായി നിർമ്മിച്ച കെട്ടിട സമുച്ചയം പൂർണ്ണമായും അശാസ്ത്രീയമാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഈ അശാസ്ത്രീയതയാണ് വി രാജേഷ് നേരിട്ട് പോയി കണ്ടത്. സ്ഥലപരിധി കാരണവും കൃത്യമായ ആസൂത്രണമില്ലാത്തതിനാലും പുതിയ കെട്ടിടത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ കയറാത്ത അവസ്ഥയാണ്. കോടികൾ മുടക്കി കടമുറികൾ വാടകയ്ക്കെടുത്ത വ്യാപാരികൾ ഒടുവിൽ ഉപജീവനത്തിനായി വഴിവക്കിലിരുന്ന് കച്ചവടം ചെയ്യേണ്ട കഠിനമായ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. ഈ വിഷയത്തിലും ശാശ്വതമായ പരിഹാരം കാണുമെന്ന് നഗരസഭാ അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വി രാജേഷ് മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ഈ ഭരണസമിതി ചുമതലയിൽ വന്ന അടുത്ത ദിവസങ്ങൾ മുതൽ തന്നെ പാളയം മാർക്കറ്റിൽ മുൻപ് നടത്തിയ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻസ്, മറ്റൊന്ന് അനധികൃത പണപ്പിരിവ്. ഇപ്പോൾ മീൻ വിൽപ്പനയ്ക്ക് എത്തുന്ന സ്ത്രീകളുടെ ഉൾപ്പെടെ ഒരു ലൈറ്റ് ഒരു ദിവസം പ്രകാശിപ്പിക്കുന്നത് 500 രൂപയാണ് വാങ്ങുന്നത്. അതോടൊപ്പം അവർ ഒരു മാസത്തേക്ക് 500 രൂപയാണ് ഒരു ലൈറ്റ് ഇടുന്നതിന്റെ വാടകയായിട്ട് വാങ്ങുന്നത്. എന്നാൽ ആ ലൈറ്റിന്റെ കറണ്ട് ബിൽ അടയ്ക്കുന്ന കോർപ്പറേഷനാണ്. അതോടൊപ്പം തന്നെ ഒരു ദിവസം ഇരുന്ന് കച്ചവടം നടത്തുന്നതിന് 500 രൂപയാണ് വാങ്ങുന്നത്. അത് ചിലർ നേരത്തെ കരാർ എടുത്തവരാണ്, ചിലർ കരാർ കാലാവധി കഴിഞ്ഞിട്ട് പിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കൂട്ടം ഒരു സംഘത്തിന്റെ കയ്യിൽ, മുൻപ് ഇവിടെ വിരാജിച്ചു കൊണ്ടിരുന്ന ഒരു സംഘത്തിന്റെ കയ്യിലാണ് പാളയം മാർക്കറ്റിന്റെ ഭരണം. അവരാണ് അനധികൃതമായി ഇവിടെ ഭരണം നടത്തുന്നത് എന്നുള്ള വിവരമൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോഡ് ഓഫ് കോണ്ടാക്ട് മാറിയതിനു ശേഷം ഞങ്ങൾ ചില കാര്യങ്ങൾ ഇടപെടുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അനധികൃത പണപ്പിരിവ് എല്ലാം തന്നെ നിരോധിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി അത്തരത്തിലുള്ള എല്ലാ പണപ്പിരിവോടും അവസാനിപ്പിച്ചു. അതിനെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാനാണ് ഞങ്ങൾ വന്നത്. കച്ചവടക്കാരോട് കണ്ട് സംസാരിച്ചു. നിയമവിധേയമായിട്ട് കോർപ്പറേഷൻ തരേണ്ട വാടക ഒഴികെ മറ്റൊരു പണവും കൊടുക്കേണ്ട പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരും അതിൽ വളരെ സന്തുഷ്ടരാണ്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായത്, കോടിക്കണക്കിന് രൂപ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷന് കിട്ടേണ്ട സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് പണി കഴിപ്പിച്ചുള്ള ഈ കെട്ടിടങ്ങളിലെ കടകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. 18 കോടി രൂപയാണ് അതിന് മുടക്കിയിട്ടുള്ളത്. ഞങ്ങൾ
ഇപ്പോൾ കോർപ്പറേഷന്റെ ഭരണസമിതിയിലുള്ള കൗൺസിലർമാർ, പ്രതിപക്ഷ കൗൺസിലർമാർ ഉൾപ്പെടെയുണ്ട്. ഞങ്ങൾ ഭരണസമിതിയുടെ നേതൃത്വം കൊടുക്കുന്നവരും ഉദ്യോഗസ്ഥരും എഞ്ചിനീയറിംഗിലെ എല്ലാവരും ഉണ്ട്. കൗൺസിലർമാർ ഉൾപ്പെടെ കയറി ആ കടകളൊക്കെ സന്ദർശിച്ചു. അപ്പോൾ മനസ്സിലാവുന്നത് ഈ കടയ്ക്കൊന്നും തന്നെ വായു കടന്നു പോകാനുള്ള സൗകര്യം 4 ഭാഗവും കെട്ടി അടച്ചിരിക്കും. ഒരു ജനൽ പോലും ഇല്ല. ഇനി വെന്റിലേഷൻ ഇല്ല. അവിടെ ഒരു 5 പേര് നിന്നാൽ തന്നെ ശ്വാസതടസ്സം ഉണ്ടാകും. അപ്പോൾ ഈ 50 കടകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും അവിടെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും മീനും ഒക്കെ വാങ്ങാൻ വേണ്ടി ആൾക്കാർ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സഫോക്കേഷന്റെ ഒരു സാഹചര്യം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കിട്ടിയിട്ടാണോ ഇതിനല്ല ഫിറ്റ്നസ് കൊടുത്തതെന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പല പ്രശ്നങ്ങളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ AC റൂമുകളിലിരുന്നാണ് സ്മാർട്ട് സിറ്റി ഉദ്യോഗസ്ഥരും ഞങ്ങളൊക്കെ ഈ ചർച്ചകൾ നടത്തുന്നത്. അപ്പോൾ അത് അവസാനിപ്പിച്ചു. ഇനി പ്ലാനുമായിട്ട് നേരെ ഫീൽഡിൽ വരികയാണ്. റൂമുകളിൽ നിന്ന് ചർച്ച നടത്തി സ്ക്രീനിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും എല്ലാം ഭംഗിയാണെന്ന് തോന്നും. എന്നാൽ അത് ഭൂമിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് തറയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മൾ അത് പ്രായോഗികമായി ജനങ്ങൾ കച്ചവടം നടത്തുന്നതും വാങ്ങുന്നതും കാണാൻ വരുമ്പോൾ മാത്രം അതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലാ സ്ഥലത്തും സ്ഥല പരിശോധന നടത്തി ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ സ്ഥല പരിശോധന നടത്തി ജനങ്ങൾക്കുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥരെ നേരിട്ട് ബോധ്യപ്പെടുത്തി ഇത് തിരുത്തുവാനുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ വന്നപ്പോഴേക്കും അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ നിരവധി സ്ഥലത്ത് നടത്തിയിട്ടുണ്ട്. ചിലർ വന്നിട്ട് അവർ തന്നെ തീരുമാനിക്കുകയാണ്. അവിടെ കുറച്ച് കമ്പിയും സിമെന്റും ഒക്കെ കൊണ്ടുവന്ന് കുറച്ച് ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ട് രാത്രിയുടെ മറ പിടിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ നടത്തിയിട്ട് അവരൊക്കെ തന്നെ ആ സ്ഥലം ഉപയോഗിക്കുകയാണ്. അതൊക്കെ തന്നെ ആ പ്രവണത അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഭരണപരമായുള്ള ശക്തമായ ഇടപെടലുകൾ ഉടൻ തന്നെ നടത്തും. തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ വന്ന് കണ്ടിരുന്നു. അവർക്ക് ഈ മീൻ വെള്ളത്തിൽ ചവിട്ടിയിട്ടാണ് അവർ പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അത് ഏത് രീതിയാണ് പരിഹരിക്കാൻ പറ്റുന്നതെന്ന് ഉദ്യോഗസ്ഥരൊക്കെ സംസാരിച്ച് തീരുമാനിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചർച്ചകളും കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. കഴിഞ്ഞ ദിവസം തന്നെ നോട്ടീസ് കൊടുത്തല്ലോ. അങ്ങനെയുള്ള എല്ലാ പണപ്പിരിവും അവസാനിപ്പിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് സെക്രട്ടറിയുടെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ കീഴിലാണ് ഈ പ്രദേശം വരുന്നത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ പണപ്പിരിവ് നടത്തുകയാണെങ്കിൽ അത് പിടിച്ചുപറിയാണ് അത് എന്നുള്ള ഒഫൻസിലാണ് അത് വരുന്നത്. തീർച്ചയായിട്ടും മോഷണം, പിടിച്ചുപറി ഇങ്ങനെയൊക്കെയുള്ള ഒഫൻസ്